അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് 2018 വരുന്ന ഇന്നോവ ക്രിസ്റ്റയാണ്. അതും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന വണ്ടിയാണ്. നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഹൈ പ്രൊഫൈലുള്ള വണ്ടിയാണ്. കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ലോ കിലോമീറ്റർ. കഴിഞ്ഞ ദിവസം നമ്മൾ 37,000 കിലോമീറ്റർ കൊടുത്തായിരുന്നു. അതേപോലെ തന്നെ ലോ കിലോമീറ്റർ കിട്ടിയേക്കുന്ന ഒരു നല്ലൊരു വാഹനമാണ്. അപ്പോൾ നമ്മൾ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒരു അടിപൊളി വാഹനമാണ്. ഇത് 2018 വരുന്ന വാഹനമാണ്. കിലോമീറ്റർ ഓടിയേക്കുന്നതെന്ന് വെച്ചാൽ വെറും 59,000 കിലോമീറ്റർ വിത്ത് സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് വണ്ടി എടുത്തപ്പം തൊട്ട് ഹിസ്റ്ററി മൊത്തം ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഓരോ വശങ്ങളിലേക്കും വരാം. ഇതിൻ്റെ ബോണറ്റ് അതേപോലെ സൈഡ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. പിന്നെ സൈഡിലെ ഗ്ലാസ് കാര്യങ്ങൾ, അതായത് നമ്പർ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് 2018 വരുന്നതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ സൈഡിലെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. എല്ലാ ഗ്ലാസും ഒറിജിനലാണ്. ഡോർ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് എല്ലാ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. റബ്ബർ കാര്യങ്ങളൊക്കെ നമുക്ക് അഴിച്ച് കാണാൻ പറ്റും. റബ്ബർ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ഇനി ഈ സൈഡിൽ, അതായത് ഇന്നോവ ക്രിസ്റ്റ എന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റ് തന്നെ ഒരു ഷോയ്ക്ക് ഇത് വെച്ചിട്ടുണ്ട്, എക്സ്ട്രാ പിടിപ്പിച്ചേക്കുന്നതാണ്. ഇനി ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതെല്ലാം പഞ്ചിങ് പെർഫെക്റ്റ് ആണ്. ഒരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒറിജിനൽ വെഹിക്കിളാണ്. എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് കണ്ടീഷൻ എന്ന് തന്നെ പറയാം. നല്ല ഇത് ഇന്നോവ ക്രിസ്റ്റ എന്നൊക്കെ ഇത്. പിന്നെ സൈഡ് ഭാഗത്തേക്ക് വരുമ്പം ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡോർ ഭാഗമൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. വാഹനം 8 സീറ്ററിൽ വരുന്നതാണ്. 8 സീറ്റർ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ബാക്കിലെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. നിങ്ങൾക്ക് 2.8Gയിലാണ് വരുന്നത്. അതായത് 2.8G ട്രാൻസ്മിഷനാണ് വരുന്നത്. ഇനി നമുക്ക് ഡിക്കി കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കി നോക്കാം. ഡിക്കി കാര്യങ്ങളൊക്കെ ഇതാണ്. എന്ന് വെച്ചാൽ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയ ഡസ്റ്റോ കാര്യങ്ങളോ ഉള്ളൂ. എന്ന് വെച്ചാൽ തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമല്ല. അതായത് ഗ്രീസും ഇതും കൂടെ മിക്സായിട്ട്, അതായത് പൊടിയും കൂടെ മിക്സായിട്ട് ഇരിക്കുന്ന കളറാണ് വരുന്നത്. ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. എല്ലാം ഒറിജിനലാണ് വരുന്നത്. ഏത് സൈഡ് നമുക്ക് അയച്ചു നോക്കാം. എന്ന് വെച്ചാൽ നല്ല ടൈറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഒരു ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ജാക്കി ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇതുണ്ടോ, സ്റ്റോക്ക് കണ്ടീഷനാണ്. വണ്ടി അയച്ചിട്ട് പോലുമില്ല. അപ്പോൾ സ്റ്റോക്കിൽ തന്നെ, എന്ന് വെച്ചാൽ വെറും 59,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പം അത്ര ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വാഹനമാണ് വരുന്നത്. അപ്പം ബാക്ക് സൈഡിലേക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് വെച്ചാൽ ഒറിജിനൽ ലൈറ്റ് കാര്യങ്ങളാണ് വരുന്നത്. സ്റ്റോക്ക് കണ്ടീഷൻ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ റോഡ് സൈഡിൽ നിന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അടുത്ത് തന്നെയാണ് വീട് വരുന്നത്. അപ്പോൾ അവിടെ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഗ്ലാസ്സിലൊന്നും ഒരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒറിജിനൽ ഗ്ലാസ് ആണ് വരുന്നത്. എല്ലാം ഒറിജിനൽ. അതായത് ഈ സൈഡിലെ എല്ലാ ഗ്ലാസ്സും ഒറിജിനലാണ്. പിന്നെ ഇത് കുറച്ച് പൊടി പിടിച്ച് കിടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് ഒരു പൊടിയായിട്ട് തോന്നുന്നത്. വാഷ് ചെയ്താൽ പിന്നെ വേറെ ലെവലിലേക്ക് വണ്ടി മാറും. പിന്നെ നമുക്ക് ഡോറിലേക്ക് വരാം. ഡോറിലേക്ക് വരുന്ന സമയത്ത് ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം ഒറിജിനലാണ് വരുന്നത്. പിന്നെ അതായത് കൈ പിടിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ പോലും ഒരു ഡാമേജസോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല. നല്ല ക്വാളിറ്റി തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇനി ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ആ ക്വാളിറ്റി മനസ്സിലാവും. ഡോറ് തുറക്കുന്ന തന്നെ അതിൻ്റെ ഫീല് കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ നിലവിൽ ഇരിക്കുന്ന വണ്ടിയാണ്. നല്ല സ്റ്റോക്ക് കണ്ടീഷൻ, അതും 8 സീറ്റർ. അതായത് 8 പേർക്ക് സുഖസുന്ദരമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ട് ഗ്ലാസ് ചേഞ്ച് ഉണ്ട്. എന്ന് വെച്ചാൽ കമ്പനിയിൽ തന്നെ മാറിയേക്കുന്നതാണ് ഇത്. ഇനി നമ്മൾ മെയിനായിട്ട് വരുന്നത് ബോണറ്റാണ്. നമ്മൾ ബോണറ്റ് കൊണ്ട് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇനി നമ്മൾ ബോണറ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ സ്റ്റിക്കർ അതേപോലെ പേസ്റ്റിങ്ങും പഞ്ചിങ്ങും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ചേഞ്ചസോ കാര്യങ്ങളൊന്നുമില്ല. ഒറിജിനൽ കമ്പനി സ്റ്റോക്കിൽ തന്നെ വരുന്ന ബോണറ്റാണ് വരുന്നത്. ഇനി സൈഡ് ഭാഗത്തേക്ക് വരുന്ന അപ്രോൺ സൈഡോ കാര്യങ്ങളോ ഒന്നും ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ഇത് 2018 വരുന്ന വാഹനമാണ്. അതും സ്റ്റോക്ക് കണ്ടീഷൻ. നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ നോർമലി ഇവിടുത്തെ ലൈറ്ററിൽ ഇതൊക്കെ പൊട്ടാറുണ്ട്. അതെന്ന് വെച്ചാൽ ടൊയോട്ടയുടെ എനിക്ക് കണ്ടേക്കുന്ന ഒന്ന് കംപ്ലൈൻറ്റ് പറയുന്നത് വെച്ചാൽ AC-യുടെ വിൻഡോ, അത് മാത്രമാണ് നമ്മൾ ഇത്രയും കാലം വണ്ടി ചെയ്തതിൽ വെച്ച് നമുക്ക് നെഗറ്റീവ് ടൊയോട്ടയോട് പറയാൻ പറ്റുന്നത്. അതും കൂടെ പക്ഷേ Gയിൽ അത് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ നല്ല ക്വാളിറ്റി. പക്ഷേ ഇതിനൊരു ഡാമേജസോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല. ജെനുവിൻ, അതായത് സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്നതാണ്. നല്ല ക്വാളിറ്റി ഉള്ള, അതായത്
ക്വാളിറ്റിയിൽ യൂസ് ചെയ്തേക്കുന്ന ഒരു കസ്റ്റമറിൻ്റെ വണ്ടിയാണ്. നല്ലൊരു അടിപൊളി വണ്ടി എന്ന് തന്നെ എടുത്ത് പറയാം. പിന്നെ ഇനി നമുക്ക് ഇന്റീരിയർ ഭാഗം നോക്കാം. ഇന്റീരിയർ നല്ല ഹൈ ക്വാളിറ്റിയാണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല ഹൈ ക്വാളിറ്റി തന്നെ. എന്താണെന്ന് വെച്ചാൽ ഈ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല സോഫ്റ്റിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. 8 സീറ്ററാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ്. വെറും 59,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. എല്ലാ സൈഡും, അതായത് സ്റ്റോക്കിൽ വരുന്നത് പ്ലസ് ഇവർ സീറ്റ് കവർ നല്ല സോഫ്റ്റിൽ ചെയ്തേക്കുന്നതാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. എന്ന് വെച്ചാൽ എക്സ്ട്രാ ക്വാളിറ്റി. ഇതിൻ്റെ ടയേഴ്സ്, അതായത് ടയേഴ്സിൻ്റെ വീൽസിലേക്ക് നിങ്ങൾക്ക് നോക്കാൻ വന്നാൽ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പുതിയൊരു ഓഫ് മാർക്കറ്റിൽ നിന്ന് സാധനം ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നുണ്ട്. അതുകൊണ്ട് കാണാൻ നല്ലൊരു അഴകാണ്. നല്ലൊരു അടിപൊളി വണ്ടിയാണ്. അപ്പോൾ ഇത് 2018 വണ്ടിയാണ്, ജി ഓട്ടോമാറ്റിക്. ഇത് 2018 വാഹനമാണ്. സിംഗിൾ ഓണറാണ്. ജി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. വെറും 59,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. അതും 8 സീറ്റർ വാഹനമാണ്. ഫുൾ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ സർവീസ് ഉണ്ട്. അതായത് ഇപ്പോൾ എടുത്തപ്പം തൊട്ട് ഇതുവരെയുള്ള ഫുൾ സർവീസ് കമ്പനിയിൽ നിന്ന് തന്നെയുണ്ട്. പിന്നെ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 13,65,000 രൂപ മാത്രമേ ഉള്ളൂ. അതും നെഗോഷ്യബിൾ പ്രൈസാണ്. ചെറിയ രീതിയിൽ മാത്രം. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോകളും, അതായത് കോമ്പറ്റീഷൻ എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാത്തിനും റീസണബിൾ ആയിട്ടുള്ള പാർട്ടിയോട് സംസാരിച്ചിട്ടുള്ള ഏകദേശം ഫൈനൽ ആയിട്ടുള്ള പ്രൈസാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ചിട്ട് ഈ വാഹനം എത്രയും പെട്ടെന്ന് തന്നെ മേടിക്കാം. എന്ന് വെച്ചാൽ ലോ കിലോമീറ്റർ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്തോ നല്ലൊരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതേപോലത്തുള്ള വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കമൻറ്റ് ബോക്സിൽ ലിങ്കിൽ ഒറ്റ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി ഏതെങ്കിലും ഗ്രൂപ്പിൽ കയറാൻ പറ്റാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ആ നമ്പറിൽ. അപ്പം നമ്മൾ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പം ഇതേപോലത്തുള്ള പുതിയ വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.